വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ രാത്രി, അതായത് 8-ാം തീയതി രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് അജ്മാനിലാണ്. അങ്ങനെ ഞങ്ങൾ ഉണ്ണിപ്പാപ്പനും സനിറ്റാൻ്റെയും പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാൽ അജ്മാനിലെ വൺ ഓഫ് ദ ടോപ്പ് റെസ്റ്റോറൻ്റായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഞങ്ങൾക്ക് ഫീൽ ചെയ്താണ് കേട്ടോ പറയുന്നത്. ആക്ച്വലി നല്ല അടിപൊളി ഫുഡായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഹേബിളൂട്ടിനെ ഞങ്ങൾ ഒരു ബേബി ചെയറിൽ സെറ്റാക്കി. അപ്പം ഞങ്ങൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എന്തൊക്കെ ഫുഡുകളാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പെൺപിള്ളേരും ആൺപിള്ളേരും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് സോഫയിൽ സെറ്റായി. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഹേബിളൂട്ടിനെ ഒരു ചെയറൊക്കെ ഇട്ടിരുത്തി. അങ്ങനെ ഓർഡർ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. ഇത് അവിടെ ഒരു ബെൽ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് നമ്മളുടെ ആളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഉണ്ണിപ്പാപ്പൻ ഓരോന്ന് ഓർഡർ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. പിന്നെ ഒരു മറ്റേ നിങ്ങളുടെ സ്പെഷ്യൽ അല്ലേ, ഫിഷ് ആൻഡ് ചിപ്സ് സ്പെഷ്യൽ. അതിനകത്ത് ആർഷൻസ് വരുന്നുണ്ട്, പിന്നെ ഹംബൂർ. സീ ബ്രീഡ് അതിനോട് റൈസും വരുന്നല്ലോ. അതേതാ ബിരിയാണി റൈസ്? ബിരിയാണി റൈസ്. റൈസ് മാത്രമേ റൈസ് വെജിറ്റബിൾ റൈസ് മാത്രമുണ്ട്. സ്പൈസി വേണം. ചില്ലി സ്പൈസി ഗ്രീൻ ചില്ലി ആണ്, റെഡ് ചില്ലി ഏതാണ്? റെഡ് ചില്ലി. ഒത്തിരി സ്പൈസി ആക്കല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സീബ്രീ മതിയോ? ട്രൈ. ബാക്കി എന്തെങ്കിലും കുടിക്കാൻ വെള്ളം വേണം. ഉണ്ടായിരിക്കാം. അതവിടെ ശരിക്കും കൊടുക്കണ്ട. തിരിച്ചു കൊടുത്തത് തിരിച്ചു കൊടുക്കും. ഒരു പൂവുള്ള കാച്ചു നിന്റെ മണം അറിയോ? ഫ്രഷ് ഫ്ലവർ ആട്ടോ. കണ്ട ഫുഡുകളൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതൊരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ, അടിപൊളി ആംബിയൻസ് തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ആ ലിഫ്റ്റേക്ക് കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പം 12 മണി കഴിഞ്ഞ് രാത്രി. ഞങ്ങൾ അവിടെ എത്തുമ്പം തന്നെ ഏകദേശം ഒരു 11:15 കഴിഞ്ഞു. 12 മണി 12:30 ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം. അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ റെക്കോർഡ് ചെയ്തത്. ഫിഷ് ആൻഡ് ചിപ്സ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്കുള്ള പാർട്ടി ഹോൾ അവൈലബിൾ ആണ്. ഇവിടുത്തെ സ്റ്റാഫുകളും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.
എത്ര പേര് പൊട്ടിക്കാൻ നോക്കും? ടേബിളും ഉണ്ടോ കൂടെ? അപ്പാ ഇപ്പൊ പൊട്ടിക്കില്ലേ? ഇച്ചിരി പാടാണ്. അടിപൊളിയല്ലേ? ഇല്ലാത്ത കളർ. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പം സൻറ്റയും ഉണ്ണിപ്പാപ്പനും കൂടെ തന്ന ഒരു ഗിഫ്റ്റാണിത്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുന്നത്, ആ സൻറ്റ ഇടത് കൈ പിടിച്ചിരിക്കുന്ന ആ ഭാഗം നിലത്ത് വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഫുള്ള് കറങ്ങും. അപ്പം അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് കാണുന്നത്. അപ്പം അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ബാറ്ററിയാണ് കേട്ടോ, അതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഉണ്ണിപ്പാപ്പനെത്തി അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിപ്പാപ്പനെത്തി. ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞങ്ങളോട് ആക്ച്വലി എൻ്റെ ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ സ്റ്റാറ്റസ് ഇടേണ്ടിയിട്ടായിരിക്കും എന്നായിരുന്നു ഞങ്ങളുടെ ഒരു വിചാരം. പക്ഷേ അല്ല, അത് ഇതുപോലൊരു സംഭവം സെറ്റ് ചെയ്യേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടോ, ഇന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ ഓണത്തിനെടുത്ത ഫോട്ടോ ആണ് കേട്ടോ, ഞാൻ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഫോട്ടോ. ഇത് ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഞങ്ങൾ കറങ്ങാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ കറങ്ങാൻ പോയപ്പോൾ നാട്ടിൽ പോയപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോയാണ്. ഇത് ഹേവലൂട്ടൻ്റെ മാമോദിസയുടെ ഫോട്ടോയാണ്. അന്ന് ഞാൻ ഉച്ചകൊണ്ട് ചുമ്മാ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്താൽ. ഇതിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഫോട്ടോയുടെ ആംഗിൾ അനുസരിച്ചാണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഇതാ ഹേവലൂട്ടനും ഹെലമോളും ഹെയ്ഡ് ആപ്പിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ. ഇതിന് താഴെ ഹേവലൂട്ടൻ്റെ മാമോസയ്ക്ക് ഞങ്ങൾ 5 പേർ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അങ്ങനെ കുറേ നല്ല മെമ്മറീസാണ് കേട്ടോ ഉണ്ണിപ്പാപ്പനും സൻറ്റാൻ്റെയും കൂടെ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇതാണ് ഞാൻ ഇച്ചുവിന് കൊടുത്ത ഷർട്ട്. നിങ്ങൾക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടോ? ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, അടിപൊളിയായിട്ട്. അങ്ങനെ ഹെയ്ഡാപ്പി അകത്തെ മുറിയിലായിരുന്നു. അവൻ വന്നിട്ട് ഇത് കാണുന്നതാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. രാത്രി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മണിയായി. ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ. മോർണിംഗ് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാണുന്നത്. അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, മുട്ടക്കറിയുണ്ട്, ഏത്തയ്ക്ക പുഴുങ്ങിയത്, പിള്ളേർക്കുള്ള തേന് കാര്യങ്ങൾ, ചായ. എല്ലാവരും കഴിക്കുന്ന കാണുന്ന കേട്ടോ. ഹേബിലൂട്ട് എന്താ വരുന്നു അവൻ്റെ പോക്കറയിൽ. ഓടിവാ ഓടിവാ വരൂ. ഇവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഡെക്കറേഷൻസ് നടക്കുന്ന കാണുന്നത്. ഇതാ ബലൂൺസൊക്കെ ഉണ്ണിപ്പാപ്പനൊക്കെ വീർപ്പിച്ചു. ഇതുണ്ടോ, ഇത് ഉണ്ണിപ്പാപ്പനൊക്കെ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ്. ഇവിടെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് റീസെൻറ്റ് ഫോട്ടോസാണ് കേട്ടോ. ഹേബിൾ ഉണ്ടായതിന് ശേഷമുള്ള ഫോട്ടോസാണ് എല്ലാം തന്നെ.
ബേബിക്കകത്തത് ഇതാണോ കേക്കിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ്? അടിപൊളി കേക്കാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ ഡെക്കറേഷൻസ്. ഇടാപ്പ് നടന്നു വരുന്നതാണെന്നേ. കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഹേവലൂട്ടിന് ഇടുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു ബലൂണൊക്കെ കൊണ്ട് കളിക്കുന്നു. ഇതാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്ത ഷർട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. ഇച്ചിരി ഇഷ്ടപ്പെട്ടോ ഷർട്ട്? എങ്ങനെയുണ്ട്? അടിപൊളി ഷർട്ടാ? ഇങ്ങോട്ട് നോക്കിയാ മോനെ ഫോണല്ലേ? ആന്റി നോക്കാം, ആന്റി നോക്കാം. അപ്പി ഇതേണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈച്ച ബേബി കേക്ക് കഴിക്കുന്നത് കണ്ടോ? വേണ്ട ഹേബിൾ കൂട്ടരുത്. ഇതേണ്ട ഇതുവഴി ഇങ്ങനെ എന്തൊക്കെയോ എടുത്ത് കളിക്കുന്നു. അങ്ങോട്ട് കേക്ക് കഴിച്ചോ മോനെ? ഫിനിഷ്ഡ്. വേണ്ടേ കേക്ക് കഴിക്കുന്ന ഇച്ചു. വേണ്ടേ ഞാനും സെൻറ്റാമ്മയിനകത്തുനിന്ന് കേക്ക് കഴിക്കാൻ പോവാം. വേണ്ടൊരു കേക്ക് പീസും കൊണ്ട് വരുന്നത് ഹെരമോള്. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാഘോഷം. അങ്ങനെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. അങ്ങനെ 10 വർഷം പൂർത്തിയാക്കി ഇന്നേക്ക്. ദൈവത്തിന് 1000 നന്ദി. തന്ന അനുഗ്രഹങ്ങൾക്ക് 3 മക്കൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകിയതിന് 1000 നന്ദി. ഞങ്ങളുടെ നല്ല ഉണ്ണിപ്പാപ്പന് ഞങ്ങളുടെ നല്ല സനിറ്റാൻറ്റി ഇതേണ്ട അവർക്ക് ദൈവം ദാനം നൽകിയ 2 മക്കള്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വേറൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ. അതെ, ഇത് ഞങ്ങളുടെ അജ്മാനിലെ ആഘോഷമായിരുന്നു. ഇനി ബാക്കി ആഘോഷം നമ്മൾ കുജേറെ തന്നതിന് ശേഷമായിരിക്കും. അപ്പം see you with another good video. Please like, share, comment and subscribe. അപ്പം ഇതായിരുന്നു കേട്ടോ പിസ്തയുടെ കേക്കായിരുന്നു ഉണ്ണിപ്പാപ്പൻ ഓർഡർ ചെയ്തത്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ.
സൂപ്പർ. താങ്ക് യു ഉണ്ണിപ്പാപ്പൻ. കേക്ക് നല്ല